എല്ലാവർക്കും നമസ്കാരം. ഫാഷൻ കഫേ ബൈ പുളിമൂട്ടിൽ സിൽക്സിൻ്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തൃശ്ശൂരിലുള്ള പുളിമൂട്ടിൽ സിൽക്സിലാണ്. ആൻഡ് ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണ് ഫസ്റ്റ് ഉടക്കിയത് ദേ ആ ഭാഗത്താണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ലെഹങ്കാസ് എല്ലാം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു സെക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പോകുന്നത് പുളിമൂട്ടിൽ സിൽക്സിലുള്ള ലെഹങ്ക സെറ്റ്സുകളാണ്. അപ്പം നമുക്ക് കണ്ടാലോ. ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ലെഹങ്കാസിൽ തന്നെ 2 ടൈപ്പ് കാറ്റഗറീസ് ഉണ്ട്, സ്റ്റിച്ച്ഡും അൺസ്റ്റിച്ച്ഡും. പക്ഷേ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് റെഡിമെയ്ഡ് ലെഹങ്കാസ് ആണ്. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ലെഹങ്കാസിനെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് ആൻസി ചേച്ചി അല്ല, ഐശ്വര്യ ചേച്ചി. അയ്യോ, മാറിപ്പോയി. ഐശ്വര്യ ചേച്ചി ആൻഡ് ആൻസി ചേച്ചിയും കൂടിയിട്ടാണ്. സോ റെഡി അല്ലേ? നമുക്ക് എന്നാ നോക്കിയാലോ. ഏതൊക്കെയാണ് പുതിയ കളക്ഷൻസ്, അല്ലെങ്കിൽ ഏതാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്? ഇത് നമുക്ക് ലെഹങ്കകൾ വരുന്നത് ടോപ്പിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരും. ഓക്കെ, നല്ലൊരു ക്രോപ്പ് ടോപ്പ് ആണ്, നല്ലൊരു ബ്രൈറ്റ് കളറാട്ടോ. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വരും. ഓക്കെ, അടിയിലേക്ക് ഇങ്ങനെ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, നല്ല രസമുണ്ട്. ഒരു മിറർ വർക്കിൽ വരുന്ന ഒരു ലെഹങ്കയാണ് അല്ലേ? ഇതിന്റെ ഷോള് കണ്ടോ, ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക. ഓക്കെ, അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ജോർജറ്റ്. അതിലേക്ക് ത്രെഡ് വർക്ക് ഉണ്ട്, മിറർ, അങ്ങനെ മിറർ വർക്ക്സും എല്ലാം വരുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റ് കളറാട്ടോ. നല്ല റിസപ്ഷനൊക്കെ ഇട്ടുമെന്ന് വെച്ചാൽ എല്ലാവിടെയും ഭയങ്കര ഒരു അറ്റൻഷൻ കിട്ടുന്ന പോലത്തെ ഒരു റാണി പിങ്ക് കളറാണ്. എല്ലാവരും പേസ്റ്റൽ ഷെയ്ഡിൻ്റെ ബാക്കിൽ പോകുമ്പോൾ ഇപ്പം നമ്മൾ ഇതുപോലത്തെ ബ്രൈറ്റ് കളറൊക്കെ ഇട്ടുമെന്ന് വെച്ചാൽ അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അടുത്തൊരു ലെഹങ്ക നോക്കാൻ പോവുകയാണ്. കുറച്ചുകൂടെ ഹെവിയാണ് കേട്ടോ. കുറച്ചുകൂടെ ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു പേസ്റ്റൽ തന്നെയാണ് അല്ലേ? പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ്. ബ്ലൗസ് ഒക്കെ നല്ല വെറൈറ്റിയാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വൈഡ് നെക്കൊക്കെയാണ്. നല്ലൊരു പിസ്ത ഗ്രീൻ കളറിൽ വരുന്ന ഒരു ലെഹങ്കയാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതുപോലെ ജോർജറ്റ്, നമ്മൾ ഇപ്പം കണ്ടത് ജോർജറ്റ് ആണ്, ഇത് നെറ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹെവിയാണ്. വർക്ക്സ് എല്ലാം നല്ല ഹെവിയാണ്. ഇതിൽ സീക്വൻസും അതുപോലെ മിറർ വർക്കൊക്കെ ആയത് കാരണം കുറച്ചുകൂടെ ലൈറ്റാണ്. പക്ഷേ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോണും ത്രെഡ് വർക്ക്സും വരുന്ന കാരണം അത്യാവശ്യം നല്ല ഹെവിയാണ്. ആൻഡ് ഇത് നല്ല രസമായിട്ട് നിൽക്കും കേട്ടോ. ഇട്ടെന്ന് വെച്ചാൽ നല്ല കളർ ആൻഡ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലൂവും ഗ്രീനും പിങ്ക് കളറിലാണ് വർക്ക്സ് വരുന്നത്, ത്രെഡ് വർക്ക്സ് വരുന്നത്. നല്ല രസമുണ്ട്. ആൻഡ് അതിൻ്റെ ദുപ്പട്ടയും ഭയങ്കര രസമുണ്ട്. ഇതിന് ദുപ്പട്ടയില്ലേ? ഓക്കെ, ഇതേ. ഓക്കെ, ഈ പിങ്കിൻ്റെ വരുന്നത് സിമ്പിളായിട്ടുള്ളൊരു സൽവാർ അല്ലല്ലോ, ദുപ്പട്ട. ഒരു സിമ്പിളായിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. പക്ഷേ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെവിയാണ്, നല്ല എലഗൻ ഫീൽ കിട്ടുന്ന ഒരു ദുപ്പട്ടയാണ്. ഈ 2 ബോർഡറിലായിട്ടാണ്. നല്ല രസമുണ്ട്. നല്ല രസമായിരിക്കും അല്ലേ ഇത് തലയിലൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ? യെസ്. അപ്പോൾ നമ്മളിത് മൂന്നാമത്തൊരു ലെഹങ്ക കാണിക്കുകയാണ്. നല്ല ഒരു പീകോക്ക് ബ്ലൂവിലുള്ളൊരു കളറാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാട്ടോ. ആൻഡ് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം വരുന്നത് സീക്വൻസ് വർക്കാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 ടൈപ്പിലാണ്. ഒരു മിറർ വർക്ക് കണ്ടു, ഒരു സ്റ്റോൺ കണ്ടു, ആൻഡ് ഇത് ത്രൂ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഡ്സും അതേപോലെ സീക്വൻസും ആണ് ടോപ്പിൽ വരുന്നത്. സ്കേർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സീക്വൻസ് ആയിട്ടുള്ളൊരു വർക്കാണ്. ആൻഡ് ഇതിൽ വേറെ കളേഴ്സൊക്കെ അവൈലബിൾ ആണോ? ഇതിപ്പോൾ ഒരു പീകോക്ക് ബ്ലൂ ആണ്, വേറെ കളേഴ്സ് അവൈലബിൾ ആണല്ലേ? ഓക്കെ, ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളൊരു ഷോളാണ്. പക്ഷേ സ്കേർട്ടിൽ വരുന്ന സെയിം വർക്ക്സ് നമ്മുടെ ദുപ്പട്ടയുടെ എൻറ്റയർ പോർഷനിൽ വരുന്നുണ്ട്, സൈഡ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ഒരു നേവി ബ്ലൂ ആണ് അടുത്തത്. ഇതിൻ്റെ കളർ ചേഞ്ചാണ് അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ കളർ ചേഞ്ച് ഉണ്ടോയെന്ന്. സെയിം സീക്വൻസ് വർക്കിൽ ടോപ്പിൽ മാത്രം ബീഡ്സ് വരുന്ന ബീഡ്സാണ് മെയിനായിട്ട് വരുന്നത് അല്ലേ?
വരുന്ന നല്ലൊരു ടോപ്പാണ്. ബാക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിന് ദുപ്പട്ടയില്ലേ? ഉണ്ട്. ഓക്കെ ഞാൻ ജസ്റ്റ് ചോദിച്ചതാ. ഓ അടിപൊളി, നല്ല ഒരു വർക്കുള്ളൊരു ഔട്ട്ഫിറ്റാണ്. ഒരു ഓഫ് വൈറ്റിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. ഇതിൽ കുറച്ചുകൂടെ ഒരു പിങ്ക് ടോൺ ഉണ്ടല്ലേ, പിങ്കും ഓറഞ്ചും വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കോംബോ വരുന്നത്. ഈ നല്ല രസമുള്ള കുഞ്ചലൊക്കെ ഉണ്ട്. ഇതിനെന്താ പറയുന്നത്? കുഞ്ചലം തന്നെയല്ലേ പറയുന്നത്? ചിരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഇനി വല്ലതും മാറിപ്പോയോ എന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്, ഭയങ്കര ഒരു എലഗൻ ഫീൽ കിട്ടുന്നൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. എന്തോ ഓക്കെ സ്റ്റിഫ് നെറ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതും നമ്മുടെ നെറ്റിലാണല്ലേ ഇതിൻ്റെ വർക്ക് വരുന്നത്? ത്രൂ ഔട്ട് നെറ്റിലാണ് വർക്ക് വരുന്നത്. ആൻഡ് അതിൻ്റെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ടോപ്പാണ്. നല്ല രസമായിട്ട് സ്ലീവ്ലെസ് ആണ് വരുന്നത്. ഭയങ്കര ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഉണ്ട് കേട്ടോ. സ്ലീവ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്ലീവ്ലെസ് ആയിട്ട് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. ഓക്കെ, ഓർഗൻസ കുറച്ചുകൂടെ ഇതായിട്ടിരിക്കും അല്ലേ? ഓക്കെ, നല്ല ഭയങ്കര ഷൈനി ആട്ടോ, ഭയങ്കര ഷൈനിയാണ്. നല്ല രസമുള്ള, നല്ല ഒരു ഒഴുക്കിൽ അങ്ങനെ കിടക്കും, ഭയങ്കര ഫ്ലോ ആയിരിക്കും. നല്ല രസമുള്ളൊരു കളറാണ്. ഈ കളർ എന്താ, ഒരു ക്രീം കളറാണോ? ഐവറി ഷെയ്ഡ് അല്ലേ? ഓ ഭയങ്കര ഭംഗിയുള്ള. നമ്മൾ ഇത്രയും നേരം നോക്കിയതെല്ലാം സ്ലീവ്ലെസ് ആണ്. ഇത് വരുന്നത് ഫുൾ സ്ലീവ് ആണ്. ആൻഡ് അതിൻ്റെ സ്ലീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇല്ലാതെ ആ ഒരു നെറ്റ് അങ്ങനെ വെക്കുന്ന നല്ലൊരു വർക്കുള്ളൊരു ബ്ലൗസാണ്. ആൻഡ് ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഭയങ്കര എടുത്തു നിൽക്കുന്നത് അതിൻ്റെ ബ്ലൗസിലാണ്. ഓ ഇത് ആക്ച്വലി ഈ ഷോള് ചോക്കർ പോലെ ഈ ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക, ചോക്കറോ അല്ലെങ്കിൽ മാല ഇടേണ്ട കാര്യമില്ല. ഈ ഷോൾ അങ്ങോട്ട് ഇട്ടു എന്ന് വെച്ചാൽ മാലയ്ക്ക് പകരമായിട്ട് വെക്കും. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമില്ലേ? ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഔട്ട്ഫിറ്റിൽ എടുത്തു പറയേണ്ടത് ആ ഒരു ബ്ലൗസിൻ്റെ വർക്കാണ്. അത് ഭയങ്കര ഹെവി ആട്ടോ. ആൻഡ് ഇത് നല്ല രസമുണ്ട്. മാലയ്ക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓ ഇത് ഓർഗൻസയുടെ തന്നെ വേറൊരു. ഓ എന്ത് രസം ആ ഒരു കളറ്. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് കുറച്ച് വെറൈറ്റി ആണ്. ഒരു സ്ലീവ് അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ആൻഡ് ഇത് സ്ലീവ്ലെസ് ആണ്, ഭയങ്കര തിൻ സ്ലീവാണ്. ഇതിൻ്റെയും ഈ ഓർഗൻസയുടെ എല്ലാം വരുന്നത് ഈ ടൈപ്പാണോ? ലൈക്ക് അതിൻ്റെ ടോപ്പ് ഭയങ്കര ഹെവിയും സ്കേർട്ട് കുറച്ചുകൂടെ സിമ്പിളായിട്ട്. ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടു എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. കാരണം ഒരു പോർഷൻ മാത്രമാണ് ഭയങ്കര ഹെവി. കാരണം നമ്മുടെ സ്കേർട്ട് ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് ഫുൾ അറ്റൻഷൻ നമ്മുടെ ടോപ്പ് കൊണ്ടുപോകും. നല്ല രസമുണ്ട്. ഓ ഓർഗൻസയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഓ ടോപ്പിലും അതായത് കളർ ചേഞ്ച് മാത്രമല്ല, ഓർഗൻസിൽ വരുന്ന നമ്മുടെ എന്താ പറയുക ലെഹങ്കയിൽ കളർ ചേഞ്ചസ് മാത്രമല്ല, ടോപ്പിലും ഒരുപാട് ഡിസൈൻസ് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നോക്കിയേ, ഇതിൽ തന്നെ ഒരു ദുപ്പട്ട പോലെ. ഇതിൽ ആക്ച്വലി ഈ ദുപ്പട്ട മാത്രമേ ഉള്ളൂ. ആണല്ലേ? ഒരു ദുപ്പട്ട ഇതിൽ തന്നെ ഈ സ്ലീവിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ലൈക്ക് മറ്റുള്ള ദുപ്പട്ട പോലെ നമുക്ക് വേറെ രീതിയിലൊന്നും വെയർ ചെയ്യാൻ പറ്റില്ല. ഈ സ്ലീവിൻ്റെ കൂടെ തന്നെ കൈയോടുകൂടി ഒഴുകി കിടക്കുമായിരിക്കും അല്ലേ? ആൻഡ് ഇതിൽ വരുന്നത് ഫുൾ സ്ലീവ്. ഓക്കെ, നല്ല രസമുണ്ട്. അതെ വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ ലെഹങ്ക എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ടിപ്പിക്കൽ സ്ലീവ്ലെസ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് പോലെ അല്ലാതെ ഭയങ്കര വെറൈറ്റീസ് ഓഫ് സ്ലീവ്സ് ഉണ്ട്. ആൻഡ് ഇത്രയാണ് ഓർഗൻസയിൽ വരുന്നത് അല്ലേ? ഇനി ഓർഗൻസയിൽ കുറേ കളക്ഷൻസ് ഉണ്ടല്ലേ? സോ പക്ഷെ നമുക്ക് എല്ലാം കൂടെ കാണിക്കാനുള്ള സമയം ഇല്ലാത്തത് കാരണം, സമയത്തിനുള്ള പരിമിതി കാരണമാണ് നമ്മൾ ഇത്രയും കാണിച്ചത്. സോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമുക്ക് എന്തായാലും അപ്പോൾ ഇത്രയും കളക്ഷൻസ് കണ്ടിട്ട് ഒന്നും ട്രയൽ ചെയ്ത് നോക്കാതെ പോയിന്ന് വെച്ചാൽ മോശമല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം അല്ലേ? കാണിച്ചു തരാം.
സ്റ്റൈൽ ചെയ്യാനായിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഔട്ട്ഫിറ്റ് ഇതാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ലെഹങ്ക നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ഭംഗിയില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ ലെഹങ്കയിൽ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. സീരിയസ്ലി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇവിടെ വന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് കളേഴ്സ് ആയിക്കോട്ടെ, പാറ്റേൺ ആയിക്കോട്ടെ, ഡിസൈൻസ് ആയിക്കോട്ടെ, ഒരുപാട്. ഇപ്പോൾ സെയിം കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സ്ലീവ്സിലായാലും പാറ്റേണിലായാലും ഡിസൈൻസിലായാലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾക്കിപ്പോൾ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലൂടെയോ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ പുളിമൂട്ടിൽ സിൽക്സ് നമുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫൊർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. കാരണം ഇവിടെയുള്ള കളക്ഷൻസ് ഓരോന്നായിട്ട് ഓരോ എപ്പിസോഡിലായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ആ കളക്ഷൻസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് മീ റനീഷ സൈനിങ് ഓഫ്. ബൈ.